ദേശീയ വിദ്യാഭ്യാസ നയം പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത്? കുട്ടികൾ രാജ്യത്തിൻ്റെ ശത്രുക്കളെക്കുറിച്ച് പഠിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആരാണ്? അത് ഏത് രാജ്യക്കാരാണ്? പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്. പാകിസ്ഥാനിലെ ഭീകരവാദികൾ നമ്മുടെ ശത്രുക്കളാണ്. ഇതിനെയൊക്കെ കുറിച്ച് കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഭീകരവാദികൾ വന്ന് നമ്മുടെ കുട്ടികളെ പോലെയുള്ള ആൾക്കാരെ മാടി വിളിക്കുമ്പോൾ അവർ ബ്രെയിൻ വാഷായി അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ISIS കുറിച്ച് പഠിക്കണം, കുട്ടികൾ ലഷ്കർ ഇ തോയ്ബയെ കുറിച്ച് പഠിക്കണം, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും കുട്ടികൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്നും ഇവർ എന്താണ് വിഭാവനം ചെയ്യുന്നതെന്നും കുട്ടികൾക്ക് കൃത്യമായി കുഞ്ഞുനാളിലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ പ്രാദേശിക ബന്ധങ്ങളെയും ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെയും കേന്ദ്രീകരിച്ച് ഇന്ത്യയും നമ്മുടെ അയൽക്കാരും എന്ന തലക്കെട്ടിൽ ഒരു അധ്യായം NCERT അവതരിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവയുമായുള്ള ബന്ധങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നതോടൊപ്പം സമകാലിക നയതന്ത്രത്തെ സ്വാധീനിക്കുന്ന ചരിത്രപരമായ ബന്ധങ്ങളും സാംസ്കാരിക ഓവർലാപ്പുകളും എടുത്തു കാണിക്കുന്നതിനൊപ്പം ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ കേന്ദ്ര പങ്കിനെ ഇത് ഊന്നി പറയുന്നുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ഈ ഒരു അധ്യായം അവതരിപ്പിച്ചതിന് പ്രതിഷേധമൊക്കെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ടിന്റെ പരിഷ്കരിച്ച പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 31 പേജുള്ള അധ്യായം മുൻ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല. കര അതിർത്തി രാജ്യങ്ങൾക്കൊപ്പം സമുദ്ര പങ്കാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അയൽപ്പക്കത്തിന്റെ പരമ്പരാഗത നിർവചനം ഇത് വിശാലമാക്കുന്നു. ഇന്ത്യയെ ദക്ഷിണേഷ്യയിലെ കേന്ദ്ര തന്ത്രപ്രധാന കളിക്കാരനായി സ്ഥാപിക്കുന്നു. പുതുക്കിയ അധ്യായത്തിലെ ഏറ്റവും ശക്തമായ വാദങ്ങളിലൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. വിഭജനവും 4 പ്രധാന സംഘർഷവും മൂലം രൂപപ്പെട്ട മേഖലയിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലൊന്നായി ഈ വിഭജനത്തെ വിവരിക്കുന്നു എന്ന് ഇതിൽ പറയുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ ഇന്ത്യക്കെതിരെ പതിവായി നടക്കുന്ന ഭീകരാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാധാരണ ബന്ധങ്ങളെ തടഞ്ഞുവെന്നും ഈ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.